കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു പുകില് നടക്കുകയാണല്ലോ. ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ എന്തോ ഡീലുണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിന് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തത് ഒരു ഒന്നൊന്നര മറുപടിയാണ്. സത്യത്തിൽ സ്വന്തം പാർട്ടിയിലെ അടിപിടിയും നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് പോകുന്നതുമൊക്കെ മറച്ചു പിടിക്കാനാണ് സതീശൻ ഇപ്പോൾ ഈ കള്ളക്കഥ ഇറക്കിയിരിക്കുന്നത്. സതീശന്റെ ഈ കള്ളത്തരങ്ങളെ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് പൊളിച്ചടുക്കിയതെന്ന് നമുക്കൊന്ന് ലളിതമായി നോക്കാം. ആദ്യം തന്നെ ഈ ഡീൽ കഥകളെ കുറിച്ച് പറയാം. സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കാണുമ്പോൾ വി.ഡി. സതീശൻ സ്ഥിരം ഇറക്കുന്ന ഒരു നമ്പറാണ് ബി.ജെ.പി സി.പി.എം ഡീൽ. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇതിന് കൊടുത്തത് ചുട്ട മറുപടിയാണ്. ഞങ്ങൾക്ക് ആരുടെയും പിന്തുണ വേണ്ട, ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കുമെന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുമ്പോൾ അവിടെ സതീശന്റെ ആരോപണങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. സതീശൻ വെറും ഒരു നുണപ്രചാരകനാണെന്നും കോൺഗ്രസ് വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന പാർട്ടിയാണെന്നും രാജീവ് പച്ചയ്ക്ക് പറഞ്ഞു. സതീശന്റെ നെഞ്ചു വിറയ്ക്കുന്ന ആ മറുപടിയാണ് അവിടെ കണ്ടത്. രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ഏറ്റവും വലിയ പോയിന്റ് നോക്കൂ. തമിഴ്നാട്ടിൽ ഇതേ സതീശന്റെ പാർട്ടിയും പിണറായിയുടെ പാർട്ടിയും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് നടക്കുകയാണ്. അവിടെ അവർ ഒരേ മുന്നണിയാണ്, ഒരേ വേദിയിലാണ്. എന്നിട്ട് കേരളത്തിൽ വന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി തമ്മിൽ തല്ലുന്നതായി അഭിനയിക്കുകയാണ്. ഈ ഇരട്ടത്താപ്പിനെയാണ് രാജീവ് ചന്ദ്രശേഖർ പൊളിച്ചടുക്കിയത്. 70 കൊല്ലമായി ഈ രണ്ട് മുന്നണികളും കൂടി കേരളത്തെ മാറി മാറി ഭരിച്ച് നശിപ്പിച്ചു. അഴിമതിയും തൊഴിലില്ലായ്മയും അല്ലാതെ ഈ നാടിന് ഇവർ എന്തു തന്നു? ഈ ചോദ്യത്തിന് മുന്നിൽ സതീശനും കോൺഗ്രസിനും മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ അത് വെറും വാക്കല്ല, ഗ്രൗണ്ട് ലെവലിൽ അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞ കാര്യമാണ്. LDF തോറ്റാൽ UDF വരുമെന്ന പഴയകാലം കഴിഞ്ഞു. ഇത്തവണ ബി.ജെ.പി എന്ന ശക്തമായ മൂന്നാമതൊരു ഓപ്ഷൻ ജനങ്ങൾക്കിടയിലുണ്ട്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആ വലിയ വികസനം കേരളത്തിലേക്കും എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തനായ നേതാവ് മുന്നിലുണ്ട്. തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി ഭരിക്കുന്നത് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ബി.ജെ.പി അത്ഭുതം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ഇത്തവണ ആരും പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളിലും ബി.ജെ.പിയും NDAയും വിജയിക്കും. ഇതിന്റെ ഭാഗമായാണ് 2020 പോലുള്ള ഗ്രൂപ്പുകളുമായുള്ള സഖ്യം. സാബു ജേക്കബുമായി തനിക്ക് നല്ല കെമിസ്ട്രിയാണെന്ന് രാജീവ് പറയുമ്പോൾ അത് വികസനം ആഗ്രഹിക്കുന്നവരുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ്. 10 കൊല്ലം എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച CPM-ന് ഇത്തവണ വട്ടപൂജ്യമാണ് സാധ്യതയെന്ന് അദ്ദേഹം കളിയാക്കി പറയുകയാണ്. മോദിജി വരുന്നു, കേന്ദ്രമന്ത്രിമാർ വരുന്നു, ഇത്തവണ ബി.ജെ.പി കേരളം പിടിക്കാനുള്ള പുറപ്പാടിലാണ്. രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത് വികസിത കേരളം എന്ന സ്വപ്നമാണ്. വെറും ഒരു സീറ്റിന് വേണ്ടിയല്ല ബി.ജെ.പി മത്സരിക്കുന്നത്. മോദി സർക്കാർ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ വൻ മാറ്റങ്ങൾ കേരളത്തിലും വരണമെങ്കിൽ ബി.ജെ.പി ഭരിക്കണം. തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി പിടിച്ചെടുത്തത് ഒരു ഉദാഹരണമായി അദ്ദേഹം കാണിക്കുകയാണ്. അവിടെ ബി.ജെ.പി ഭരിക്കുന്നത് ജനങ്ങൾ കണ്ടതാണ്. അതുപോലെ കേരളത്തിലുടനീളം മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളൊന്ന് നോക്കൂ, മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പിന്നെ സതീശന്റെയും സംഘത്തിന്റെയും അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടെ ഈ അവിശ്വത കൂട്ടുകെട്ടിന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ എത്രയൊക്കെ ഡീൽ എന്ന് നിലവിളിച്ചാലും ജനങ്ങൾക്കിടയിൽ ബി.ജെ.പി ഉണ്ടാക്കിയ സ്വാധീനം അദ്ദേഹത്തിന് തടയാനാവില്ല. സതീശന്റെ ആരോപണങ്ങൾ വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഓരോ മറുപടിയും. രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബംഗാളിലും ത്രിപുരയിലും മാറ്റം വന്നത് പെട്ടെന്നായിരുന്നു. വർഷങ്ങളോളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ തകർന്നടിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലും ഉള്ളത്. വോട്ടർമാർക്ക് മുന്നിൽ ഇനി എന്ത് ലോജിക്കാണ് CPM-ന് പറയാനുള്ളത്? ഇത്രയും കൊല്ലമായി കോൺഗ്രസും CPM-ഉം മാറി മാറി ഭരിച്ചിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഇല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അടിവരയിട്ട് പറയുന്നത്. സതീശൻ എത്രയൊക്കെ ന്യായീകരിച്ചാലും വികസനം തടസ്സപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോൺഗ്രസിന് ഒളിഞ്ഞു മാറാനാവില്ല. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ കരുത്ത് യുവതലമുറയാണ്. പഴയ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കപ്പുറം വികസനവും തൊഴിലും ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. അവർക്ക് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവ് ഒരു പ്രൊഫഷണൽ രീതിയിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്.
അതുകൊണ്ട് തന്നെ സതീശന്റെ പഴഞ്ചൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ യുവാക്കൾക്കിടയിൽ വിലപ്പോകില്ല. ജനം വിഡ്ഢികളല്ല എന്ന രാജീവിന്റെ വാക്കുകൾ സതീശനുള്ള കനത്ത പ്രഹരമാണ്. കേരളത്തിൽ ഏത് വലിയ പദ്ധതി വന്നാലും അതിനെ എതിർക്കുന്നതാണ് UDFന്റെയും LDFന്റെയും ഒരു രീതി. എന്നാൽ കേന്ദ്രം കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ കേരളത്തിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെടുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ BJP ഭരണം ഒരു മോഡലായി അദ്ദേഹം ഉയർത്തി കാണിക്കുകയാണ്. ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വമ്പിച്ച ജനപിന്തുണ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. ആരും പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളിലും ഇത്തവണ താമര വിരിയുമെന്ന് ഉറപ്പാണ്. ഇത് പറയുമ്പോൾ സതീശന്റെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം കേരളത്തിലെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ചാണ്. പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ ജോലിയില്ല, എല്ലാവരും നാടുവിടുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് ഈ രണ്ട് മുന്നണികളുമാണ്. 10 കൊല്ലം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിലിരുന്ന പിണറായി സർക്കാരിന് ഇത്തവണ ഭരണ തുടർച്ചയ്ക്ക് 0% സാധ്യതയേയുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ അത് വെറുമൊരു തള്ളലല്ല. നമ്മൾ ഇതുവരെ കണ്ട സ്ഥിരം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാണ് മാറുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേവലം സീറ്റുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയെ കടപ്പുഴക്കി എറിയാനുള്ള നീക്കം തന്നെയാണ്. സാധാരണയായി ഭരണപക്ഷത്തിനെതിരെ ജനങ്ങൾക്ക് ദേഷ്യം തോന്നുമ്പോൾ അവർ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യും. കേരളത്തിൽ LDF മോശമാകുമ്പോൾ UDF വരും. എന്നാൽ ഇത്തവണ ജനങ്ങൾ ചോദിക്കുന്നത് കോൺഗ്രസ് വന്നാൽ എന്തു മാറും എന്നാണ്. കാരണം BJP ഇല്ലാത്ത ഒരു കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ വികസനത്തിന്റെ ഒരു മോദി മോഡലുണ്ട്. 10 കൊല്ലം മുമ്പത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് ഓരോ മലയാളിയും തിരിച്ചറിയുകയാണ്. ഈ ഒരു വലിയ മാറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത്. BJP ജയിക്കില്ല എന്ന് കരുതിയിരുന്ന പല മണ്ഡലങ്ങളിലും ഇന്ന് ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. ഇതിന് കാരണം താഴെത്തട്ടിൽ BJP നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ്. വോട്ട് വിഹിതം കൂട്ടുക മാത്രമല്ല, മറിച്ച് വോട്ട് വിജയമാക്കി മാറ്റാനുള്ള തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പയറ്റുന്നത്. സതീശൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യത്തിൽ BJPയുടെയും വളർച്ചയിലുള്ള പേടി കൊണ്ടാണ്. ഓരോ തവണയും BJPയെ അടിച്ചമർത്താൻ നോക്കുമ്പോഴും അവർ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുന്നത് കോൺഗ്രസിനെ ശരിക്കും തളർത്തുന്നുണ്ട്. സതീശൻ ഇപ്പോൾ ഈ ഡീൽ ആരോപണവുമായി വരുന്നത് വെറുതെയല്ല. സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ഓരോരുത്തരായി BJPയുടെ വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയാനോ സ്വന്തം അണികളെ കൂടെ നിർത്താനോ സതീശന് കഴിയുന്നില്ല. പാർട്ടിയിലെ ഗ്രൂപ്പ് പോരും തമ്മിലടിയും കാരണം കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലായി മാറിയിരിക്കുകയാണ്. ഈ നാണക്കേട് മറച്ചു പിടിക്കാൻ സതീശൻ കണ്ടുപിടിച്ച എളുപ്പ വഴിയാണ് BJP-CPM ഡീൽ എന്ന പുകമറ. സ്വന്തം പാർട്ടിക്കാർ BJPയിലേക്ക് പോകുന്നത് തടയാൻ കഴിയാത്ത സതീശൻ BJPയെ മോശക്കാരാക്കി ചിത്രീകരിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. സത്യത്തിൽ സതീശൻ പേടിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു പ്രൊഫഷണൽ ലീഡറെയാണ്. BJPയിലേക്ക് വരുന്ന കോൺഗ്രസ് പറയുന്നത് ഒരേ കാര്യമാണ്. കോൺഗ്രസിന് ഇനി ഭാവിയോ കൃത്യമായ ഒരു നേതൃത്വമോ ഇല്ല എന്ന ഈ ഒരു യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനാണ് സതീശൻ ഇത്തരം കള്ളത്തരങ്ങൾ പറഞ്ഞു പരത്തുന്നത്. ഒരു വശത്ത് അണികൾ ചോർന്നു പോകുന്നു, മറുവശത്ത് ഗ്രൂപ്പ് പോരും മൂലം പാർട്ടി തളരുന്നു. ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിക്കാൻ BJPയും CPMനെയും കൂട്ടുപിടിച്ച് ഒരു കള്ളക്കഥ മെനയുകയാണ് സതീശൻ ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ജനങ്ങൾ വിഡ്ഢികളല്ല. സ്വന്തം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു നാടിനെ നയിക്കുക? സതീശന്റെ ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പാപ്പരത്വമല്ല, മറിച്ച് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വെപ്രാളം മാത്രമാണ്. BJP വികസനത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ സതീശൻ ഇപ്പോഴും പഴയ ആരോപണ രാഷ്ട്രീയത്തിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയുന്ന വോട്ടർമാർ ഇത്തവണ സതീശന്റെ ഈ ഇരട്ടത്താപ്പിന് ബാലറ്റിലൂടെ മറുപടി നൽകും. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വീണ്ടും കടമെടുക്കാൻ സർക്കാർ നീക്കം തുടങ്ങുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കും അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പാണ്. മാറ്റം ആഗ്രഹിക്കുന്ന, വികസനം സ്വപ്നം കാണുന്ന കേരളം ഇത്തവണ BJPക്കൊപ്പം നിൽക്കും. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വവും കേരളത്തെ പുതിയൊരു ഉയരത്തിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.